അവസാന ലാപ്പിലും മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് അവസാന മണിക്കൂറാണ് ആവേശം? ഞങ്ങൾ വലിയ ആവേശത്തിൽ തന്നെയാണ്. തുടക്കം മുതൽ ഞങ്ങളുടെ പ്രവർത്തകരെക്കാൾ ആവേശത്തിലാണ് വോട്ടർമാർ. ഇത്തവണ ചരിത്രപരമായിട്ടുള്ള വിധിയെഴുത്തിന് പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞു. അത് ഇന്നലെയുള്ള ഞങ്ങളുടെ റോഡ് ഷോയിൽ നിങ്ങൾ കണ്ടതാണ്. വലിയ ആവേശത്തിലാണ്. ഈ എതിർശബ്ദങ്ങൾ എല്ലാം ഇല്ലാതാവുന്ന ഒരു സമയത്തിലേക്കാണോ പോകുന്നത്? എതിർശബ്ദം നിങ്ങളുണ്ടാക്കിയ എതിർശബ്ദം അല്ലാതെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു എതിർശബ്ദവും ഇല്ല. ഈ സന്ദീപ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെയുള്ള റാലി അത് തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് നിങ്ങളെല്ലാം പാലക്കാട് ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു BJPയുടെ ബൂത്ത് പ്രവർത്തകർ ഇതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ? ഞങ്ങളെല്ലാം ഒരു ആശയത്തിലും ആദർശത്തിലും വിശ്വസിച്ച് ഒരു വ്യക്തിയുടെയും പിന്നാലെയല്ല ഞങ്ങൾ. BJP പോകുന്നത് അത് പ്രത്യയശാസ്ത്രത്തിന് പിന്നാലെയാണ് കൃത്യമായി അവർ പറയുകയാണ്. ഇപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. ഈ അവസാന ലാപ്പിൽ എത്രത്തോളം പ്രതീക്ഷയാണ്? പാലക്കാടിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു സമയം കൂടിയല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ, ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാട്, ഞങ്ങളുടെ പൂർവ്വസൂരികളുടെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ട്, അതാണ് വരാൻ പോകുന്ന നാളുകളിൽ എത്രയും പെട്ടെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ കനത്ത വിജയമായിരിക്കും ഈ പാലക്കാടിലെ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട്. ഈ വലിയ രീതിയിൽ വോട്ട്, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനൊരു ശ്രമം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട്. അതിനെങ്ങനെയാണോ BJP കാണുന്നത്? അല്ല, അങ്ങനെ ഒരു ന്യൂനപക്ഷ സഹോദരന്മാർക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന എല്ലാ നടപടിക്രമങ്ങളും ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പദ്ധതി ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയിൽ ഒരെണ്ണം പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു മൈനോറിറ്റിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു നടപടിക്രമം. അപ്പം എല്ലാവർക്കും വേണ്ടി, കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായിട്ട് നമ്മുടെ ഭാരതത്തിൽ ജീവിക്കാൻ, ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളിലൂടെ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നു എന്ന് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ലോകം ആരാധിക്കുന്ന ആ മനുഷ്യൻ ഇന്ത്യയിൽ 3ാം തവണയും പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹം എപ്പോഴും പറയും, എന്താണ്, ഒരു വ്യക്തി MLA ആയാൽ, MP ആയാൽ, കേന്ദ്രമന്ത്രി ആയാൽ, ഈവൻ പ്രധാനമന്ത്രി ആയാൽ ജോലിക്കാരനെ പോലെ പ്രവർത്തിക്കുക, സേവകനെ പോലെ പ്രവർത്തിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിൽ ജോലിക്കാരനെ പോലെ പ്രവർത്തിക്കാൻ പാലക്കാട് നിന്ന് ഒരാൾ പോകുന്നു. അത് 3ാം ബദലിന്, കേരളം ആഗ്രഹിക്കുന്ന 3ാം ബദലിനുള്ള ഒരു തുടക്കമായിരിക്കും എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ തവണ CPMന്റെ ന്യൂനപക്ഷ വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് പോയി എന്ന് AK ബാലൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇത്തവണ ഒരു ഏകീകരണം ഉണ്ടാകുമെന്നൊരു ഭയം BJPക്കുണ്ടോ? ഇത്തവണ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഒരു ഏകീകരണം ഉണ്ടാകും. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള 2 മുന്നണികളെയും അവർക്ക് ഇഷ്ടം പോലെ അവസരം കൊടുത്ത കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടായാൽ എന്ത് ഗുണമുണ്ടാകും എന്ന് ശ്രീമാൻ നരേന്ദ്രമോദിജി രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിന്റെ കണക്ക് ചോദിക്കാൻ കേരള നിയമസഭയിൽ ഒരാളില്ലാത്തത് കൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ദുരിതമനുഭവിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത പണത്തിൽ നിന്ന് 51% തുകയാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ലാപ്സാക്കി കളഞ്ഞത്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഓരോ പദ്ധതികൾക്കും വേണ്ടി, ഓരോ വകുപ്പിനും വേണ്ടി എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് സത്യസന്ധമായി ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ കേരളത്തിലെ ഭരണകൂടത്തിന് സാധിക്കുമോ? അത് വേണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാൽ അത് സാധിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി അന്ധകാരത്തിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആവശ്യമുന്നയിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകണം എന്നുള്ളത്. അത് പാലക്കാട് സ്വീകരിച്ചു കഴിഞ്ഞു. ജയിക്കുമെന്ന്
അതിൻ്റെ മറുപടി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് നൂറ്റാണ്ടിലധികം ഈ രാജ്യം ഭരിച്ച് മുടിച്ച, ഈ രാജ്യത്ത് എല്ലാ അന്യായങ്ങളും ചെയ്ത, എല്ലാ രീതിയിലും ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് താങ്ങും തണലും ഒരുക്കിയിട്ടുള്ള UDF-നെതിരെ, കോൺഗ്രസിനെതിരെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ പോരാട്ടം. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള ആ പദ്ധതി പല സംസ്ഥാനങ്ങളിലും പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. പല ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയപ്പോൾ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടായി. ആ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കള്ളന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ ബംഗാളിലെ മമതാ ദീദിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കൂടിച്ചേർന്നുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ബദലുണ്ടാക്കാൻ ശ്രമിച്ചത്. ജനങ്ങൾ അത് അംഗീകരിച്ചില്ല. വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം നടത്തും. ആ പോരാട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ UDF-നും LDF-നും എതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഉറച്ചു നിൽക്കും. ആ പോരാട്ടത്തിൽ തീർച്ചയായിട്ടും ഈ മുന്നണികളുടെ പോരാട്ടങ്ങൾ അഴിച്ചു കളയുമെന്നുള്ളതാണ്. വലിയ പ്രതീക്ഷ പാലക്കാട് കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളാണ്. 3 മുന്നണികളും മത്സരിച്ച് അത് കൊട്ടിക്കലാശത്തിന് ഇറങ്ങിയിരിക്കുകയാണ്.